ഹായ് ഡിയേഴ്സ്, അശ്വതി കെമിസ്ട്രിന്റെ പുതിയൊരു ക്ലാസ്സിലൂടെ അവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ +2 കെമിസ്ട്രിയിലെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മെറ്റലർജിയാണ് നോക്കാനായിട്ട് പോകുന്നത്. അതായത് ദ ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ഫോർ ഐസൊലേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 6ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓൾറെഡി 10ാം ക്ലാസ് നമ്മൾ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, പക്ഷെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് +2 പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഫോക്കസ് ചെയ്ത് തന്നിട്ടുള്ള ടോപ്പിക്സ് മുഴുവൻ നമുക്ക് ഇന്നത്തെ ഒറ്റ വീഡിയോയിലൂടെ തന്നെ കവറപ്പ് ചെയ്യാം. ക്ലാസ്സിലോട്ട് കിടക്കാം. സോ ഡിയേഴ്സ്, ഈ ഒരു ചാപ്റ്റർ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ 2 ടേംസ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. എന്താണ് ഒരു മിനറൽ എന്നും എന്താണ് ഒരു ഓർ എന്നും. സോ ഓൾറെഡി 10ൽ പഠിച്ചിട്ടുള്ളത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കും അറിയാം, പക്ഷെ എന്നിരുന്നാലും ഒന്നുകൂടി പറഞ്ഞു തരാം. സോ നമ്മുടെ മെറ്റൽസ് സാധാരണ കാണപ്പെടുന്നത് എർത്തിലാണ്, അല്ലെ? എർത്തിന്റെ ക്രസ്റ്റിലും എർത്തിന്റെ ഇന്നർ പാർട്ടിലും ഒക്കെയാണ് സാധാരണ മെറ്റൽസ് എല്ലാം കാണപ്പെടുക. ആൻഡ് അവർ എങ്ങനെയാണ് കാണപ്പെടുക എന്ന് ചോദിച്ചാൽ പല വിധത്തിലുള്ള കോമ്പൗണ്ട്സിന്റെ രൂപത്തിലാണ് ഇവരെല്ലാവരും കാണപ്പെടുക, അല്ലെ? ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ആയിട്ടാണ് നമ്മുടെ എല്ലാ മെറ്റൽസും കാണപ്പെടുക. അപ്പൊ ഒരു മെറ്റൽ ഏത് കോമ്പൗണ്ടിന്റെ രൂപത്തിലാണോ എർത്തിൽ പ്രസന്റ് ആയിട്ടുള്ളത് അതിന് പറയുന്ന പേരാണ് മിനറൽ. സോ ഫോർ എക്സാമ്പിൾ അലൂമിനിയം എടുത്തെന്ന് വെച്ചാൽ അലൂമിനിയം ബോക്സൈറ്റിന്റെ രൂപത്തിലും ക്രയോലൈറ്റിന്റെ രൂപത്തിലും ക്ലേയുടെ രൂപത്തിലും എല്ലാം എർത്തിൽ കാണപ്പെടാറുണ്ട്. സോ ഇവ ഓരോന്നും തന്നെ അലൂമിനിയത്തിന്റെ മിനറൽ എന്നാണ് അറിയപ്പെടുക. പക്ഷെ ഈ 3ലും അലൂമിനിയം ഉണ്ടെങ്കിലും ആ 3ൽ നിന്നും അലൂമിനിയത്തിനെ സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരേപോലുള്ള പ്രോസസ് അല്ല. ചിലതിന് കാശ് കൂടുതലായിട്ട് ചെലവാക്കേണ്ടി വരും, ചിലത് കുറച്ചുകൂടി ചീപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ചിലതിൽ അലൂമിനിയത്തിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും, ചിലതിൽ അലൂമിനിയത്തിന്റെ കണ്ടന്റ് കുറവായിരിക്കും. സോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് തോന്നുന്നു? ബോക്സൈറ്റിൽ നിന്നും അലൂമിനിയത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടി നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോസസ് ആയിരിക്കും. ചെലവും കുറവാണ്, ഒരുപാട് അലൂമിനിയം കിട്ടും, അതേപോലെ തന്നെ പെട്ടെന്ന് ചെയ്യാനും സാധിക്കും. സോ ഈ 3 കാര്യങ്ങൾ, കോസ്റ്റ്, കണ്ടന്റ്, പെർസെന്റേജ്, എത്രത്തോളം കണ്ടന്റ് ഉണ്ട് എന്നുള്ളത്, അതേപോലെ തന്നെ അവൈലബിലിറ്റി, പിന്നെ സ്പീഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തിട്ട് ഈ 3 മിനറൽസ് അലൂമിനിയത്തിന് ഉണ്ടെങ്കിലും ബോക്സൈറ്റിൽ നിന്നായിരിക്കും നമ്മൾ നോർമലി അലൂമിനിയത്തിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. സോ ദാറ്റ് ബോക്സൈറ്റ് ഈസ് നോൺ ആസ് ദി ഓർ ഓഫ് അലൂമിനിയം. സോ ഏത് മിനറലിൽ നിന്നാണോ നമ്മൾ ആ മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്, അത്തരം മിനറലിന് പറയുന്ന പേരാണ് ഓർ. സോ മിനറൽ എന്ന് പറയുമ്പോൾ ഒരു മെറ്റൽ കാണപ്പെടുന്ന ആ കോമ്പൗണ്ട് ഏതാണോ അതെല്ലാം തന്നെ മിനറൽ എന്ന് പറയപ്പെടുന്നു. പക്ഷെ അതിൽ ഏത് മിനറലിൽ നിന്ന് മാത്രമാണോ നമ്മൾ ആ മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് ആ മിനറൽ മാത്രം അറിയപ്പെടുന്ന പേരാണ് ഓർ. സോ അലൂമിനിയത്തിന് മിനറൽ ചോദിച്ചാൽ നമുക്ക് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, ക്ലേ എന്ന് എഴുതാം. പക്ഷെ അലൂമിനിയത്തിന്റെ ഓർ ചോദിച്ചാൽ ബോക്സൈറ്റ് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ നിന്നും സാധാരണ ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ്? എല്ലാ ഓറും മിനറലാണ്, പക്ഷെ എല്ലാ മിനറലും ഓറല്ല. ഓൾ ores are minerals but all minerals are not ores. അപ്പൊ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം വരും. അപ്പൊ ഇനി തന്നെയാണ് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ആരും വെച്ച് വേണമെങ്കിലും പറയാം, നമുക്ക് അലൂമിനിയത്തിൽ വെച്ച് പറയാം. കാരണം അലൂമിനിയത്തിൽ 3 മിനറൽസ് ഉണ്ട്, പക്ഷെ 3 പേരും ഓറല്ല. പക്ഷെ ഓറായിട്ടുള്ള ബോക്സൈറ്റ് എന്താണ്? മിനറലുമാണ്. സോ ഏത് ഓർ എടുത്താലും അതെന്തായിരിക്കും? ഒരു മിനറൽ ആയിരിക്കും. പക്ഷെ എല്ലാ മിനറലും എന്താവണമെന്നില്ല, ഓർ ആവണം എന്നില്ല. അതാണ് ആ പോയിന്റ്. ഓക്കെ, സോ എന്താണ് മിനറൽ, എന്താണ് ഓർ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ മെറ്റലർജി എന്ന് പറയുന്ന പ്രോസസ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ എർത്തിൽ നിന്നും ആ ഒരു മിനറലിനെ അല്ലെങ്കിൽ ആ ഒരു ഓറിനെ നമ്മൾ കുഴിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും നമ്മുടെ മെറ്റലിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു, പ്യൂരിഫൈ ചെയ്തെടുക്കുന്നു. അവിടെ വരെയുള്ള സകല പ്രോസസ്സിനെയും കൂടി ചേർത്തി പറയുന്നതിന്റെ പേരാണ് മെറ്റലർജി. സോ ഹോൾ പ്രോസസ്, അവിടെ നടക്കുന്ന എല്ലാ പ്രോസസ്സും കൂടി ചേർത്തിട്ട് പറയുന്ന ഒറ്റ ടേമാണ് മെറ്റലർജി എന്ന് പറയുന്നത്. അപ്പൊ ഈ മെറ്റലർജി ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൈനിങ് ആണ്. മൈനിങ് ഓക്കെ, ടെക്സ്റ്റിൽ തന്നിട്ടുണ്ടാവില്ല അങ്ങനെ. മൈനിങ് ആണ് എന്ന് വെച്ചാൽ എന്താണ്? ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കണം എന്നാണ്, അല്ലെ? അപ്പൊ ആദ്യം കുഴിച്ചെടുത്തു, അതിനുശേഷം നമ്മൾ പൾവറൈസേഷൻ ചെയ്യും. പൾവറൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതിനെ നന്നായിട്ട് പൊടിക്കും, ക്രഷ് ചെയ്യും, ചെറിയ പൊടികളാക്കി മാറ്റും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിനെ പ്യൂരിഫൈ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. സോ അങ്ങനെ പൾവറൈസേഷനും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ശരിക്കത്തെ പ്രോസസ് എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മുടെ മെറ്റൽ പല കോമ്പൗണ്ടിന്റെയും രൂപത്തിലാണ് കാണപ്പെടുക. തീർന്നിട്ടില്ല, അതിൽ പല വിധത്തിലുള്ള അഴുക്കുകളും ഉണ്ടാവും, ഇമ്പ്യൂരിറ്റീസും ഉണ്ടാവും. ഈ ഇമ്പ്യൂരിറ്റീസിക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഗ്യാങ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. സോ ഗ്യാങ് എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, റെപ്രസെന്റ്സ് ദി ഇമ്പ്യൂരിറ്റീസ് പ്രസന്റ് ഇൻ ആൻ ഓർ. ഒരു ഓറിൽ പ്രസന്റ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഗ്യാങ് എന്ന് പറയുക. സോ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഇപ്പൊ അലൂമിനിയത്തിന്റെ തന്നെ ഓർ ആയിട്ടുള്ള ബോക്സൈറ്റ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ബോക്സൈറ്റ് മോളിക്കുലർ ഫോർമുല നോർമലി എങ്ങനെ വരുന്നത്? Al2O3.2H2O.
ഇപ്പൊ തന്നെ അലൂമിനിയത്തിനൂടെ ആരെല്ലാം ഉണ്ട്? ഓക്സിജനും ഉണ്ട്, വാട്ടറും ഉണ്ട്. അപ്പൊ അതിനെ മുഴുവൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. തീർന്നിട്ടില്ല, ഇത് അലൂമിനിയം ബോക്സൈറ്റ്. ആ ബോക്സൈറ്റിന്റെ കൂടെ വേറെ വല്ല അഴുക്കുകളും ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ 2 ടൈപ്പിലാണ് പ്രോസസ് നമുക്ക് വരിക. ഒന്ന് ഇമ്പ്യൂരിറ്റീസിന് മുഴുവൻ കളയണം, പിന്നെ ഈ കൂടെ കോമ്പൗണ്ട് രൂപത്തിലുള്ള ആ ആറ്റംസിനെ അല്ലെങ്കിൽ ആ മോളിക്യൂൾസിനെ മുഴുവൻ സെപ്പറേറ്റ് ചെയ്ത് കളയുമാണ്. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പണികളാണ്. ഓക്കെ, എനിവേ നമുക്ക് പ്രോസസ്സിലോട്ട് കിടക്കാം. നമ്മൾ മൈനിങ് ചെയ്തു, അതിനെ പൾവറൈസേഷൻ ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ള ടോപ്പിക്കാണ് കോൺസെൻട്രേഷൻ ഓഫ് ആൻ ഓർ. ഒരു ഓറിന്റെ കോൺസെൻട്രേഷൻ 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ഇതും. 4 മെത്തേഡ്സ് കോൺസെൻട്രേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേ 4 മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെയും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് മുമ്പായിട്ട് പല മെറ്റൽസിന്റെയും ഓർസ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ടാവും, അതെല്ലാം പഠിച്ചു വയ്ക്കുക. അലൂമിനിയത്തിന്റെ ഓർ ബോക്സൈറ്റ് ആണെങ്കിൽ അയണിന്റെ ഓർ ഹെമറ്റൈറ്റിന്റെ മാഗ്നറ്റൈറ്റ് ഉണ്ട്, കോപ്പറിന് കോപ്പർ പൈറേറ്റ്സ് ഉണ്ട്, സിങ്കിന് സിങ്ക് ബ്ലെൻഡ് ഉണ്ട്, കാലമിൻ ഉണ്ട്. അങ്ങനെയുള്ള ചില ഓർസ് പഠിച്ചു വയ്ക്കുക വിത്ത് മോളിക്കുലർ ഫോർമുല. കൺഫേം ആയിട്ടും അതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നതായിരിക്കും. ഓക്കെ, എനിവേ നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന മെത്തേഡ്സിലോട്ടൊന്ന് കിടക്കാം. കോൺസെൻട്രേഷൻ ഓഫ് ആൻ ഓർ. കോൺസെൻട്രേഷൻ ഓഫ് ആൻ ഓർ. ഒരു ഓറിന്റെ കോൺസെൻട്രേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. ഈ ഓർ എന്ന് പറയുന്ന ആളെ പറഞ്ഞാല് അതിന് കൂടെ തന്നെ ഇമ്പ്യൂരിറ്റിയും ഉണ്ട്, ഗ്യാങ്ങും ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മൾ ഓരോന്ന് മാത്രം പറഞ്ഞാലും കൂടെ തന്നെ ആരുണ്ടാവും? ആ ഗ്യാങ്ങും കൂടി ഉണ്ടാവും. അതൊരു കാര്യം എപ്പോഴും ഓർത്ത് വയ്ക്കാം. ഓക്കെ, കോൺസെൻട്രേഷൻ നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് ഹൈഡ്രോളിക് വാഷിംഗ് ആണ്. ഹൈഡ്രോളിക് വാഷിംഗ് അതിന് മറ്റൊരു പേരെന്തായിരുന്നു? ഓഫ് കോഴ്സ് ലെവിഗേഷൻ അല്ലേ? ദി ഫസ്റ്റ് മെത്തേഡ് ഈസ് നത്തിങ് ബട്ട് ഹൈഡ്രോളിക് വാഷിംഗ്. ഹൈഡ്രോളിക് വാഷിംഗ് or otherwise known as levitation. ഇതിനെ ഗ്രാവിറ്റി സെപ്പറേഷൻ എന്നുകൂടി പറയപ്പെടാറുണ്ട്. ഗ്രാവിറ്റി സെപ്പറേഷൻ കാരണം ആ ഡെൻസിറ്റിന്റെ ബേസിസ് ചെയ്യുന്നതുകൊണ്ട് ഗ്രാവിറ്റി സെപ്പറേഷൻ എന്നുകൂടി ഇത് അറിയപ്പെടാറുണ്ട്. അപ്പൊ അതും കൂടി നോട്ട് വെക്കുക. ഈ ഹൈഡ്രോളിക് വാഷിംഗ് അല്ലെങ്കിൽ ലെവിഗേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ആ കണ്ടീഷൻ എന്താണ്? നമ്മുടെ ഓറിന് ഡെൻസിറ്റി കൂടുതലായിരിക്കണം. ആ ഓറിന്റെ കൂടെ അടങ്ങിയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ടല്ലോ, ഗ്യാങ് ഉണ്ടല്ലോ, അഴുക്കുണ്ടല്ലോ, അവർക്ക് ഡെൻസിറ്റി കുറവായിരിക്കണം. So ore must have higher density than the impurities. അല്ലെങ്കിൽ ore is heavier whereas the gang is lighter. അങ്ങനത്തെ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. സോ ore ഹെവിയറും നമ്മുടെ ഗ്യാങ് ലൈറ്ററും ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഈ ഒരു പോയിന്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി നിങ്ങൾ. ഇനി എന്താ ചെയ്യുക? അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ആവശ്യം നമ്മൾ എല്ലാവർക്കും അറിയാൻ തന്നെയാണ്. വാട്ടർ എടുത്താൽ വാട്ടർ ഫുള്ളും ഉണ്ടെങ്കിൽ ആ വാട്ടറിലോട്ട് നമ്മൾ നമ്മുടെ ഓറിനിടുമ്പോൾ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടുതലായിട്ടുള്ള ഓർ പാർട്ടിക്കിൾസ് മുഴുവൻ താഴെ വന്ന് കിടക്കും അല്ലേ? ഡെൻസിറ്റി കൂടുതലുള്ള ഓർ പാർട്ടിക്കിൾസ് മുഴുവൻ താഴെ വന്ന് കിടക്കും. ഡെൻസിറ്റി കുറവുള്ള ഇമ്പ്യൂരിറ്റീസ് മുഴുവൻ മുകളിൽ തന്നെ നിൽക്കും അല്ലേ? ആ ഗ്യാങ് മുഴുവൻ മുകളിൽ തന്നെ നിൽക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യും? നല്ല ഹൈ സ്പീഡിൽ വേറെ വാട്ടറിനെ കടത്തി വിടും. ഇതിൽ കൂടെ ഒരു പൈപ്പ് പോലെ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, അതിലൂടെ ഹൈ സ്പീഡിൽ വെള്ളം കടത്തി വിടും. എ കറണ്ട് ഓഫ് വാട്ടർ. ഓക്കെ, ഹൈ സ്പീഡിൽ വെള്ളം കടത്തി വിടും. കറണ്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞുള്ള കോൺസെപ്റ്റ് അതാണ്. നല്ല സ്പീഡിൽ കടത്തി വിടുമ്പോൾ ആ വെള്ളം ഈ ഗ്യാങ്ങിന് മുഴുവൻ അടിച്ചെടുത്തിട്ട് പോകും അല്ലെ? അപ്പൊ ബാക്കി ആര് മാത്രം ഉണ്ടാവും? വാട്ടറും നമ്മുടെ ഓറും മാത്രം ഉണ്ടാവും. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ വാട്ടർ ഇവോപ്പറേറ്റ് ചെയ്ത് പോകും. നമുക്ക് നമ്മുടെ ഓറിന് മാത്രമായിട്ട് കിട്ടും. സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ് അല്ലേ? സോ എനിവേ ഹൈഡ്രോളിക് വാഷിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു കണ്ടീഷൻ എന്താണെന്നുള്ളത് നന്നായിട്ട് ഓർത്ത് വെക്കുക. രണ്ടാമതായിട്ട് നമുക്ക് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ നോക്കാം. ഫ്രോത്ത് ഫ്ലോട്ടേഷനിലെ കാര്യം ഇത്രയേ ഉള്ളൂ. സോ നമ്മുടെ രണ്ടാമത്തെ മെത്തേഡാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഈ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഹൈഡ്രോളിക് വാഷിംഗിൽ എന്താണോ കണ്ടീഷൻ പറഞ്ഞത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടീഷനാണ് ഇത്. ഹൈഡ്രോളിക് വാഷിംഗിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഓറിന്റെ ഡെൻസിറ്റി കൂടുതലും ഇമ്പ്യൂരിറ്റിക്ക് ഡെൻസിറ്റി കുറവും വേണമെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഇവിടെ നേരെ റിവേഴ്സ് ആയിട്ട് ചിന്തിക്കുക. എന്താണ്? നമ്മുടെ ഓറിന് ഡെൻസിറ്റി കുറവും ആ ഇമ്പ്യൂരിറ്റിക്ക് ഡെൻസിറ്റി കൂടുതലും ആയിരിക്കണം. സോ വിച്ച് മീൻസ് ദ ഓർ ഈസ് ലൈറ്റർ. ഓർ ലൈറ്റർ ആണ്. നമ്മുടെ ഗ്യാങ് ആണെങ്കിലോ ഹെവിയർ ആണ്. സോ അങ്ങനെ ആണെങ്കിലാണ് നമ്മൾ ഏത് മെത്തേഡ് ഫോളോ ചെയ്യുക? നമ്മളുടെ ഈ ഒരു ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന പ്രോസസ് ഫോളോ ചെയ്യാം. സോ എന്താ ചെയ്യുന്നത് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഫ്രോത്ത് ഉണ്ടാക്കും. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വെള്ളത്തിലോട്ട് നമ്മൾ നമ്മുടെ ഓറിന് ആഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഫ്രോത്ത് ഉണ്ടാകാൻ വേണ്ടി പൈൻ ഓയിൽ
അല്ലെങ്കിൽ വേറെ വല്ല സാന്തൈൻസ് അങ്ങനെയുള്ള ഏതെങ്കിലും കെമിക്കൽസ് ആഡ് ചെയ്യാറുണ്ട്. സോ ഇങ്ങനെ ആഡ് ചെയ്യുന്ന ആൾക്കാർക്ക് പറഞ്ഞ പേരാണ് കളക്ടേഴ്സ്. സോ ഇങ്ങനെ ആഡ് ചെയ്യുന്ന ആൾക്കാർക്ക് പറഞ്ഞ പേരാണ് കളക്ടേഴ്സ്. സോ കളക്ടേഴ്സ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യും. ആ കളക്ടേഴ്സിന് ഒരു എക്സാമ്പിൾ ആണ്, ഫോർ എക്സാമ്പിൾ നമുക്ക് പൈൻ ഓയിൽ തന്നെ എടുക്കാം. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ പഠിച്ചു വെച്ചോളൂ, ഒരു ചോദിക്കും. സോ കളക്ടറിന് ആഡ് ചെയ്യും. കളക്ടർ എന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളവിടെ ഉണ്ടാക്കുന്ന പതയുണ്ടല്ലോ, ഫോം ഉണ്ടല്ലോ, ഫ്രോത്ത് ഉണ്ടല്ലോ, ആ ഫ്രോത്തില് ഓർ പാർട്ടിക്കിൾസ് വന്ന് നിൽക്കണം. ആ താഴെയുള്ള വെള്ളത്തിൽ നിൽക്കാൻ പാടില്ല. കാരണം വെള്ളത്തിലാണ് പത ഉണ്ടാക്കുന്നത്. അപ്പൊ ഓറിനെ വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാലും ആ ഓർ എന്ത് ചെയ്യാൻ പാടില്ല, വെള്ളത്തിൽ അറ്റാച്ച് ആവാൻ പാടില്ല. സോ ഓർ പാർട്ടിക്കിൾസിന്റെ നോൺ വെറ്റബിലിറ്റി, വെറ്റബിലിറ്റി അല്ല നോൺ വെറ്റബിലിറ്റിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആര് യൂസ് ചെയ്യാറുള്ളത്, ഈ കളക്ടേഴ്സിന് യൂസ് ചെയ്യാറുള്ളത്. അതേപോലെ അവിടെ ഉണ്ടാവുന്ന ഫ്രോത്തിനെ സ്റ്റെബിലൈസ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഫ്രോത്ത് സ്റ്റെബിലൈസേഴ്സും ഉപയോഗിക്കാറുണ്ട്. ഫ്രോത്ത് സ്റ്റെബിലൈസേഴ്സ് അതിനൊരു എക്സാമ്പിൾ ആണ് ക്രസോൾ എടുക്കാം. ക്രസോൾ, ഓക്കെ, ഫീനോളിന്റെ ഒരു സഹോദരനായിട്ട് വരും നമ്മുടെ ക്രസോള്. ഓക്കെ, സോ ക്രസോൾ എടുക്കാം. അപ്പൊ അതെന്താണ്, ഫ്രോത്തിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ ഇങ്ങനെ കളക്ടേഴ്സും ഫ്രോത്ത് സ്റ്റെബിലൈസേഴ്സും ഒക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു മെഷീൻ വല്ലതും വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് എജിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫോം ഉണ്ടാവും, ഫ്രോത്ത് ഉണ്ടാവും. ആ ഫ്രോത്തിന്റെ കൂടെ നമ്മുടെ ഓറ് വന്ന് നിൽക്കും. കാരണം ഓറിന്റെ ഡെൻസിറ്റി കുറവാണ്. അപ്പൊ അത് മുകളിലുള്ള ഫ്രോത്തിനൂടെ വന്ന് നിൽക്കും. പക്ഷെ താഴെയുള്ള വെള്ളത്തിൽ ആര് നിൽക്കും, ഇമ്പ്യൂരിറ്റി നിൽക്കും. സോ ഇത്രയും നേരം ഇമ്പ്യൂരിറ്റി ഓറിന്റെ കൂടെയായിരുന്നു. പക്ഷെ ഇതിട്ട് ഈ പ്രോസസ്സൊക്കെ നമ്മൾ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ആ ഓറ് മുഴുവൻ ഫ്രോത്തിനൂടെ പോയി ആ ഇമ്പ്യൂരിറ്റി മുഴുവൻ താഴെ വെള്ളത്തിൽ തന്നെ നിന്നു. ഞാൻ ഫ്രോത്തിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് അതിനെ ഒന്ന് നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആര് മാത്രമായിട്ട് കിട്ടും, നമ്മുടെ ഓറിനെ മാത്രമായിട്ട് കിട്ടും. ഓട്ടെ, സാധാരണ ഫ്ലോട്ടേഷൻ എന്ന മെത്തേഡ് സാധാരണ സൾഫൈഡ് ഓർസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുക. പ്യൂരിഫിക്കേഷൻ ഓഫ് സൾഫൈഡ് ഓഫ് ഓർ ദി കോൺസെൻട്രേഷൻ ഓഫ് സൾഫൈഡ് ഓർസിന് വേണ്ടി ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുക. അവിടെയും ഈ മെത്തേഡ് ഒരു അഡ്വാൻസും കൂടിയുണ്ട്. എന്താണ് അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ, 2 സൾഫൈഡ് ഓർസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. 2 സൾഫൈഡ് ഓർസ്, ഫോർ എക്സാമ്പിൾ സിങ്ക് സൾഫൈഡും അതേപോലെ തന്നെ ലെഡ് സൾഫൈഡും, സിങ്ക് സൾഫൈഡും ലെഡ് സൾഫൈഡും. ഓക്കെ, ഇവ രണ്ടുപേരും മിക്സഡ് ആണ് വെക്കാം. ഇവനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടും നമുക്ക് ഈ ഒരു മെത്തേഡ് തന്നെ ഉപയോഗിക്കാം. സോ ഇവിടെ നമ്മൾ ഒരു ഡിപ്രസന്റ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ആഡ് ചെയ്യും. ഡിപ്രസന്റ് സാധാരണ സോഡിയം സൈനൈഡോ പൊട്ടാസ്യം സൈനൈഡോ അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഡിപ്രസന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ഡിപ്രസന്റ്, ഇങ്ങനെ ഡിപ്രസന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരാണ്. ഇവരെന്ത് ചെയ്യുന്ന വെച്ചാല് ഒരാളിനെ വാട്ടറിലോട്ട് വരുന്നതിനെ തടഞ്ഞു നിർത്തും, പക്ഷെ മറ്റാളെ അലോ ചെയ്യും. സോ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ അവിടെ കളക്ടേഴ്സ് ചെയ്യുന്ന അതേപോലത്തെ പണി ഇവിടുത്തെ ഡിപ്രസൻസ് ചെയ്യുന്നു. ഒരാൾ എന്ത് ചെയ്യുന്നു, വാട്ടറിലോട്ട് കടത്തിയിടും, മറ്റൊരാളെ വാട്ടറിലോട്ട് വരാണ്ട് പ്രിവെന്റ് ചെയ്യുന്നു. അങ്ങനെ സൾഫൈഡ് ഓസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആരെ ഉപയോഗിക്കാം, ഡിപ്രസൻസിനെ ഉപയോഗിക്കാം. സോ ഡിപ്രസൻസിന് എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കാം. സോഡിയം സൈനൈഡോ അല്ലെങ്കിൽ പൊട്ടാസ്യം സൈനൈഡോ ഏതെങ്കിലും എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കാം. അപ്പൊ ഇതാണ് ഫ്ലോട്ടേഷൻ. ഓക്കെ, ആൻഡ് തേർഡ് വൺ ഈസ് എന്ന് പറയുന്നത് നമ്മുടെ മാഗ്നറ്റിക് സെപ്പറേഷൻ. ആസ് യൂഷ്വൽ എല്ലാവർക്കും പരിചയമുള്ള ഒരു മെത്തേഡ് തന്നെയാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ. സോ മാഗ്നറ്റിക് സെപ്പറേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെയും ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് ആ കണ്ടീഷൻ? എയ്തർ ദി ഓർ പാർട്ടിക്കിൾ ഓർ ദി ഇമ്പ്യൂരിറ്റീസ്. ഒന്നില്ലെങ്കിൽ ആ ഓർ അല്ലെങ്കിൽ ആ ഇമ്പ്യൂരിറ്റിക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവണം, മറ്റേ ആൾക്ക് ഉണ്ടാവാനും പാടില്ല. എനി വൺ ഓഫ് ദം ഷുഡ് ഹാവ് ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ആരെങ്കിലും ഒരാൾക്ക് മാത്രം ഉണ്ടാവണം, മറ്റേയാൾക്ക് ഉണ്ടാവാൻ പാടില്ല. കേട്ടല്ലോ? സോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് മെത്തേഡ് ഉപയോഗിക്കാം? നമ്മുടെ മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കാം. സോ മാഗ്നറ്റിക് സെപ്പറേഷൻ, അതാണ് നമ്മുടെ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, മാഗ്നറ്റിക് സെപ്പറേഷൻ. മാഗ്നറ്റിക് സെപ്പറേഷൻ. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് തന്നെയാണ് അല്ലെ. നമുക്കൊരു 2 വീൽ ഉണ്ടാവും. ആ വീൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ആ വീലിന് ചുറ്റിലും എന്തുണ്ടാവും? ഒരു ബെൽറ്റ് ഉണ്ടാവും. ഈ വീല് ഹൈ സ്പീഡിൽ കറങ്ങുന്നുണ്ട്, ബെൽറ്റും ഹൈ സ്പീഡിൽ കറങ്ങും. ഇതിൽ ഒരു വീല് മാഗ്നറ്റിക് വീലാണ്. ഒരു വീല് മാഗ്നറ്റിക്, മറ്റേതാണെങ്കിലോ നോൺ മാഗ്നറ്റിക്കും. മറ്റേ വീലാണെങ്കിൽ നോൺ മാഗ്നറ്റിക്കുമാണ്. സോ ഇവിടെ നമ്മൾ നമ്മുടെ ഓറിന് ഇട്ട് കൊടുക്കുന്നു. ഓറെന്ന് വെച്ചാൽ കൂടെ തന്നെ ആരും കൂടി ഉണ്ട്, ഇമ്പ്യൂരിറ്റിയും കൂടി ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഓറിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, ഇമ്പ്യൂരിറ്റിക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ല എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഓക്കെ, ഈ ബെൽറ്റ് നല്ല സ്പീഡിൽ കറങ്ങാണല്ലോ. അപ്പൊ കൂടെ തന്നെ ഓറും കൂടി ചേർന്നിട്ടായിരിക്കും ഇങ്ങനെ വരിക അല്ലെ. നേരെ വിളക്കും എന്ത് സംഭവിക്കും? ഒരുമാതിരി നമ്മൾ വീഗാലാൻഡിൽ പോയിട്ട് മറ്റേ റോളർ കോസ്റ്ററിലൊക്കെ ഇരുന്നിട്ട് നല്ല ബെൽറ്റൊക്കെ മുറുക്കി കെട്ടിയിട്ട് സയ്യെന്ന് പോണ സമയത്ത് എങ്ങാനും ബെൽറ്റ് ഒന്ന് അഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് ജസ്റ്റ് ആലോചിച്ചാൽ മാത്രം മതി. ഓക്കെ, സോ അതേപോലെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ആ ഓറും കൂടുതൽ ഇമ്പ്യൂരിറ്റി അങ്ങ് തെറിക്കും അല്ലെ. കാരണം ബെൽറ്റ് ഇങ്ങനെ താഴോട്ടേക്ക് വരികയാണ്, അതുപോലെ അവർക്ക് വരാൻ പറ്റില്ല. സോ അവരെന്ത് ചെയ്യും? തെറിക്കും. പക്ഷെ ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട്. ആ മാഗ്നറ്റിന്റെ അട്രാക്ഷൻ കാരണം
മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള നമ്മുടെ ഓറ് ഒരുപാട് ദൂരത്തോട്ടൊന്നും തെറിക്കില്ല, ഇവിടെ അടുത്ത് തന്നെ വന്ന് കയറും ഓറ്. പക്ഷെ ഇമ്പ്യൂരിറ്റിക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ലെന്ന് ഞാൻ പറഞ്ഞു ഫോർ എക്സാമ്പിൾ. അപ്പൊ ഇമ്പ്യൂരിറ്റിനെ ആരും അട്രാക്ട് ചെയ്യില്ല, നമ്മുടെ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യില്ല. അപ്പൊ ഇമ്പ്യൂരിറ്റി ആ വന്ന സ്പീഡിനെ നേരെ തിരിച്ച് അവിടെ എവിടെയെങ്കിലും പോയി വീഴും. സോ അങ്ങനെ രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് സെപ്പറേഷൻ based on the magnetic property of the ore and the impurity. So best example എന്ത് തന്നെയാണ്, നമുക്ക് ഇരുമ്പിന്റെ ഓർ മാഗ്നറ്റ് ടെക്നിക്കലും കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ ഈ 3 മെത്തേഡ്സും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നാലാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്നും കൂടി ഉണ്ട്, ലീച്ചിങ്. ലീച്ചിങ് എന്ന് പറഞ്ഞ മെത്തേഡ് നോർമലി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓർ പാർട്ടിക്കിൾസ് ഒരു സ്യൂട്ടബിൾ സോൾവെന്റ് ഡിസോൾവ് ആവുമെന്ന് വിചാരിക്കുക. പക്ഷെ അതേ സോൾവെന്റിൽ ഇമ്പ്യൂരിറ്റി ഡിസോൾവ് ആവില്ല എന്ന് വിചാരിക്കുക. അപ്പോഴാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുക. അപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ മണ്ണും ഉപ്പും കൂടി മിക്സ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് വെള്ളത്തിലോട്ട് ഇടും അല്ലെ. അപ്പൊ വെള്ളത്തിൽ മണ്ണ് അലിയില്ല, ഉപ്പ് മാത്രം ഡിസോൾവ് ആവുമെന്ന് നമുക്കറിയാം. സോ ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. സോ അതേപോലത്തെ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇവിടെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് യൂഷ്വലി അലൂമിനിയത്തിന്റെ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. അലൂമിനിയത്തിന്റെ ഓർ ആരാണ്, ബോക്സൈറ്റ് ആണ് നമുക്കറിയാം. സോ ബോക്സൈറ്റിനെ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഉപയോഗിക്കുന്ന സോൾവെന്റ് ആരാന്ന് ചോദിച്ചാൽ ഹോട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡിനെയാണ് നമ്മളിവിടെ സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കുക. സോ സോഡിയം ഹൈഡ്രോക്സൈഡിലോട്ട് നമ്മൾ ആരിനെ ഇടാനായിട്ട് പോവുകയാണ്, നമ്മുടെ ബോക്സൈറ്റിനെ ഇടാനായിട്ട് പോവുകയാണ്. സോ അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. സോ നമ്മുടെ ബോക്സൈറ്റിനെ സോഡിയം ഹൈഡ്രോക്സൈഡിലൂടെ റിയാക്ട് ചെയ്യിപ്പിക്കണം. ഓക്കെ, ഹൈ ടെമ്പറേച്ചർ 35 to 36 പ്രഷർ റേഞ്ചിൽ നമ്മളൊന്ന് ചൂടാക്കണം. സോ ആ ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാല് ഈ സോഡിയം ഈ ബോക്സൈറ്റിനോട് ചേർന്നിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് സോഡിയം ബോക്സൈറ്റിനോട് ചേർന്നിട്ട് സോഡിയം അലൂമിനേറ്റ് ആയിട്ട് മാറും. ഓക്കെ, സോഡിയം അലൂമിനേറ്റ് ആയിട്ട് മാറും. സോ സോഡിയം അലൂമിനേറ്റ് ആയിട്ട് മാറും വിത്ത് ദ ലിബറേഷൻ ഓഫ് വാട്ടർ മോളിക്യൂളും കൂടെ അവിടെ ലിബറേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഈ സോഡിയം അലൂമിനേറ്റിന്റെ കൂടെ നമ്മൾ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യും. ഓക്കെ, അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ അത് വീണ്ടും അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. എങ്ങനെയാന്ന് വെച്ചാല് ഈ സോഡിയം അലൂമിനേറ്റിനെ നമുക്ക് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, ആ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം. അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്റ്റേണലി എന്ത് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഇപ്പോ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് വെള്ളം പോയി എന്ന് വിചാരിക്കാം. ആ വെള്ളം പുറത്തോട്ട് വരെ നമ്മൾ എന്ത് ചെയ്യും, ഒരല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കും അല്ലെ. നോർമൽ ഞാനൊക്കെ അങ്ങനെ ചെയ്യാം. ഒരല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒഴിച്ചതും ഓൾറെഡി ഉള്ളതും കൂടി ചേർന്ന് വെളിയിലോട്ട് വരും. സോ അതേപോലെ തന്നെയാണ് ഇവിടെയും ഈ സോഡിയം അലൂമിനേറ്റിൽ നിന്നും അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ അതിലോട്ട് എന്ത് ആഡ് ചെയ്യാറുണ്ട്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ് തന്നെ ആഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അതാണ് നോർമലായിട്ട് ചെയ്യുന്ന പ്രോസസ് എന്ന് പറയുന്നത്. എനിവേ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ സോഡിയം അലൂമിനേറ്റ് നമുക്ക് കിട്ടിയല്ലോ, ആ സോഡിയം അലൂമിനേറ്റിനെ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ കൂടെ ഒന്നുകൂടി റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, അലൂമിനേറ്റ് സോഡിയം അലൂമിനേറ്റ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ വാട്ടറിന്റെ കൂടെ റിയാക്ട് ചെയ്യിപ്പിക്കാണ്, കൂടെ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല എന്നുള്ളൂ, അലൂമിനിയം ഹൈഡ്രോക്സൈഡും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്ത് സംഭവിക്കുന്നു വെച്ചാല് ഇയാള് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യപ്പെടും. അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യപ്പെടും. ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡും കൂടി കിട്ടും. സോഡിയം ഹൈഡ്രോക്സൈഡും കൂടി കിട്ടും. സോ ഇക്വേഷൻ ബാലൻസ്ഡ് ആണെന്ന് ചോദിച്ചാൽ ബാലൻസ്ഡ് ആണ്. ഓക്കെ, സോ സോഡിയം ഹൈഡ്രോക്സൈഡും കൂടി കിട്ടും. സോ എനിവേ ഈ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് ആയല്ലോ, ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ആഡ് ചെയ്ത അലൂമിനിയം ഹൈഡ്രോക്സൈഡും കൂടി വന്നിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു റിയാക്ഷനെ സ്റ്റാർട്ട് ചെയ്യിക്കാൻ പ്രോഗ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റേണൽ ആഡിനും കൂടി ആഡ് ചെയ്യുന്നത് അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ആ കിട്ടിയ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് നമ്മളൊന്ന് ചൂടാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് നമുക്ക് കിട്ടിയല്ലോ. ആ അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ നമ്മളൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും, അലൂമിന ആയിട്ട് മാറും. Al2O3 അതാണ് നമ്മുടെ അലൂമിന എന്ന് പറയുന്നത് വിത്ത് ലിബറേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ. ഓക്കെ, വിത്ത് ലിബറേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ. വാട്ടർ മോളിക്യൂൾ എസ്കേപ്പ് ചെയ്ത് പോയിട്ട് നമുക്ക് അതിനെ മാത്രമായിട്ട് കിട്ടും, അലൂമിന മാത്രമായിട്ട് കിട്ടും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്രോസസ് എന്ന് പറയുന്നത്. ഈ അലൂമിന കിട്ടിയല്ലോ, അയാളെയാണ് നമ്മൾ ഇനി ഇലക്ട്രോലൈറ്റിക് റീഫൈനിങ് ചെയ്തിട്ട് അലൂമിനിയം ആക്കി മാറ്റാനായിട്ട് പോകുന്നത്. അത് വരുന്ന പ്രോസസ്സ് നമുക്ക് നോക്കാം. സോ എനിവേ ഈ ഒരു കാര്യം നന്നായിട്ട് ഓർത്ത് വെക്കുക. സോഡിയം ഹൈഡ്രോക്സൈഡിലൂടെ ട്രീറ്റ് ചെയ്യിപ്പിച്ചിട്ട് അതെന്താക്കി മാറ്റിയ സോഡിയം അലൂമിനേറ്റ് ആക്കി മാറ്റിയ സോഡിയം അലൂമിനേറ്റിനെ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്തു. ആ അലൂമിനിയം ഹൈഡ്രോക്സൈഡിൽ നിന്ന് നമ്മൾ അതിനെ പ്രിപ്പയർ ചെയ്തെടുത്തു, അലൂമിന. ഓക്കെ, അതാണ് ഞങ്ങളുടെ പേര്. ഞങ്ങളുടെ പേര് ഒന്ന് പഠിച്ചു വെക്കുക, അലൂമിന എന്നാണ്, അല്ലാണ്ട് അലൂമിനിയം എന്നല്ല, അലൂമിന. അത് ബോക്സൈറ്റ്,
ഇത് അലൂമിന. സോ വ്യത്യാസമുണ്ട്. ഓക്കെ, സോ എനിവേ ഇതാണ് ലീച്ചിങ് എന്ന് പറയുന്ന നമ്മുടെ മെത്തേഡ്. ഈ മെത്തേഡ് ഉപയോഗിച്ച് ഗോൾഡ്, സിൽവർ പോലുള്ള അത്ര പ്രീഷ്യസ് ആയിട്ടുള്ള മെറ്റൽസിനെ നമുക്ക് എന്ത് ചെയ്യാം, കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ അവിടെ ഉപയോഗിക്കുന്ന സോൾവെന്റ് എന്ന് പറയുന്നത് സോഡിയം സയനൈഡോ പൊട്ടാസ്യം സയനൈഡോ പോലുള്ള അത്തരം സോൾവെന്റ്സ് ആണ് അവിടെ ഉപയോഗിക്കാം. സോ ജനറൽ അതിലൊരു റിയാക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എം എന്ന് പറയുന്നത് നമ്മളെ മെറ്റലിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ഇരിക്കട്ടെ, either ഗോൾഡ് ഓർ സിൽവർ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ഇരിക്കട്ടെ. ഓക്കെ, സോ അവരിപ്പോ പോസിറ്റീവ് ചാർജ് എന്ന് വെച്ചാൽ അവരുടെ കോമ്പൗണ്ട് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, സോ അതിലോട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ സയനൈഡ് ഗ്രൂപ്പിന് ആഡ് ചെയ്യുന്നു. ഓക്കെ, സയനൈഡ് ഗ്രൂപ്പിന് ആഡ് ചെയ്യുന്നു. സോ സയനൈഡ് ഗ്രൂപ്പ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ സയനൈഡ് സോഡിയം സയനൈഡോ പൊട്ടാസ്യം സയനൈഡ് ആ സോൾവെന്റിലോട്ട് പിന്നെ ആഡ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും, ആ മെറ്റലിന്റെ സയനൈഡ് ആയിട്ട് മാറും. ആ മെറ്റലിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സയനൈഡ് ആയിട്ട് അത് മാറും. ഓക്കെ, അപ്പോ കൂടുതലുള്ള ആൾക്കാരെ മാറ്റിയിട്ട് അവിടെ ആര് വന്നു കഴിഞ്ഞു, അപ്പൊ സയനൈഡ് വന്നു കഴിഞ്ഞു. ഈ സയനൈഡ് നമ്മൾ ഇനി സിങ്കിലൂടെ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. സോ ആ മെറ്റൽ സയനൈഡ് ഇവിടെ എം എന്ന് പറയുന്നത് ആദ്യമാണ്, ഒന്നില്ലെങ്കിൽ ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ. സോ ആ മെറ്റൽ സയനൈഡിനെ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ സിങ്കിന്റെ കൂടെ റിയാക്ട് ചെയ്യിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, സോ സിങ്കിന്റെ കൂടെ റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ അതെന്തായിട്ട് മാറുമെന്ന് ചോദിച്ചാൽ സിങ്ക് സയനൈഡ് ആയിട്ട് മാറും. അതെന്തായിട്ട് മാറും, സിങ്ക് സയനൈഡ് ആയിട്ട് മാറും. സിങ്ക് സയനൈഡ് ആയിട്ട് മാറും. എന്നിട്ട് നമുക്ക് ആരെയും കൂടി കിട്ടും, നമ്മുടെ ആ 4 മെറ്റലിനും കൂടി തിരിച്ചു കിട്ടും. ഇവിടെ വെറും എം ആണ്, എമ്മിന്റെ ചാർജ് ഇല്ല എന്ന് വെച്ചാൽ നമ്മുടെ മെറ്റൽ നമുക്ക് എന്തായിട്ട് കിട്ടി, അതിന്റെ നെഗറ്റീവ് സ്റ്റേറ്റിലായിട്ട് കിട്ടി. സോ ഇവിടെ ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റിലാണ് പ്ലസ് എന്നുള്ള ചാർജ് ഇട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും ആ ചാർജ് പോയിട്ട് മീൻസ് അതെന്തായിട്ട് മാറി, അതിന്റെ ന്യൂട്രൽ ആയിട്ടുള്ള ആ അറ്റോമിക് സ്റ്റേറ്റിലോട്ട് വന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ പ്രീഷ്യസ് ആയിട്ടുള്ള ഗോൾഡ്, സിൽവർ പോലുള്ള ആൾക്കാരെ ലീച്ചിങ് ചെയ്യുന്നത്. സോ അവിടെ ലീച്ചിങ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സോൾവെന്റ് ആയിരുന്നു നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക, സോഡിയം ഓർ പൊട്ടാസ്യം സയനൈഡ്. സോ ഇതോടുകൂടി നമ്മുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന മെത്തേഡ്സ് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ കോൺസെൻട്രേഷൻ കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എന്താണ് ചെയ്യാനായിട്ട് പോകുന്നത്, ആ കോൺസെൻട്രേറ്റഡ് ഓറിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെറ്റൽ ഓക്സൈഡ് ആക്കിയിട്ട് മാറ്റും അല്ലെ. അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്ന 2 മെത്തേഡ്സ് ഏതെല്ലാമാണ്, കാൽസിനേഷനും റോസ്റ്റിംഗും. സോ അതിനെ കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ കാൽസിനേഷൻ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ കോൺസെൻട്രേഷൻ ചെയ്തിട്ടുള്ള നമ്മുടെ ആ ഓറിനെ നമ്മൾ ചൂടാക്കാൻ പോവുകയാണ്. ഇൻ ദി ആബ്സെൻസ് ഓഫ് എയറിന്റെ ആബ്സെൻസിൽ ചൂടാക്കുകയാണ്. സോ നോർമലി കാർബണേറ്റ് അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ് ആയിട്ടുള്ള ഓർസിനാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുക. സോ എയറിന്റെ ആബ്സെൻസിൽ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ആ മെറ്റൽ അതിന്റെ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ഇനി ആ ഓക്സൈഡിൽ നിന്ന് ഓക്സൈഡ് റിമൂവ് ചെയ്താൽ മതി, അതിനുവേണ്ടി റിഡക്ഷൻ ചെയ്താൽ മതി, നമുക്ക് നമ്മുടെ മെറ്റൽ മാത്രമായിട്ട് കിട്ടും. സാധാരണ പ്രോസസ്. ആ മെറ്റലിന് കൂടെ വേറെ ആരുണ്ടെങ്കിലും ശരി അതിനെ എല്ലാം മാറ്റിയിട്ട് കൂടെ ആര് മാത്രം വരും, ഓക്സിജൻ മാത്രം വരും. അതാണ് ഓക്സൈഡാക്കി മാറ്റുക എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. ഓക്കെ, സോ ഇങ്ങനെ ആരുടെ ആബ്സെൻസ്, എയറിന്റെ ആബ്സെൻസിൽ ഒരു മെറ്റലിനെ ഒരു ഓറിനെ അതിന്റെ മെൽറ്റിംഗ് പോയിന്റിനേക്കാളും കുറവുള്ള ടെമ്പറേച്ചറിൽ ചൂടാക്കുമ്പോൾ ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് കാൽസിനേഷൻ. സോ മെൽറ്റിംഗ് പോയിന്റിനേക്കാളും കുറവുള്ള ടെമ്പറേച്ചർ ചൂടാക്കണം, അല്ലെങ്കിൽ അതെന്തോ മെൽറ്റാനായിട്ട് തുടങ്ങും. സോ ടെമ്പറേച്ചർ അവിടെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടണം. സോ കാൽസിനേഷൻ ഈസ് ദി പ്രോസസ് ഇൻ വിച്ച് ദ കോൺസെൻട്രേറ്റഡ് ഓർ ഈസ് ഹീറ്റഡ് ഇൻ ദി ആബ്സെൻസ് ഓഫ് എയർ or in the absence of oxygen below its melting point. അതിന്റെ മെൽറ്റിംഗ് പോയിന്റിനേക്കാളും കുറവുള്ള ടെമ്പറേച്ചർ. സോ ദി ബെസ്റ്റ് എക്സാം നമ്മൾ കാൽസിനേഷൻ നോക്കണമെന്നുണ്ടെങ്കിൽ സിങ്ക് കാർബണേറ്റിന്റെ റിയാക്ഷൻ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ സിങ്ക് കാർബണേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും, സിങ്ക് ഓക്സൈഡ് വിത്ത് ലിബറേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും അല്ലെ. അത് നോക്കിക്കോളൂ, സിങ്കിന്റെ അവിടെ കാർബണേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്, കാർബണും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആര് മാത്രമേ ഉള്ളൂ, ഓക്സിജൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഓക്സിജൻ നമ്മൾ അങ്ങ് റിമൂവ് ചെയ്താൽ പോരെ, റിഡക്ഷൻ ചെയ്താൽ ഓക്സിജൻ അങ്ങോട്ട് പോകും. അപ്പൊ നമുക്ക് ആരെ മാത്രമായിട്ട് കിട്ടും, നമ്മുടെ സിങ്ക് മാത്രമായിട്ട് കിട്ടും. ഇതാണ് കാൽസിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്. അപ്പൊ എന്തായിരിക്കും റോസ്റ്റിംഗ്. റോസ്റ്റിംഗ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എയറിനെ സപ്ലൈ ചെയ്യും, റെഗുലർ ആയിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. എയർ അല്ലെങ്കിൽ ഓക്സിജനെ റെഗുലർ ആയിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. സോ കാൽസിനേഷൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് എയർ എന്ന് പറയുമ്പോൾ റോസ്റ്റിംഗ് ഇൻ ദി പ്രസൻസ് ഓഫ് എയർ എന്ന് വേണം പറയാനായിട്ട്. So, roasting is the process in which that concentrated ore is heated in the presence of air or in a regular supply of air below its melting point. അവിടെയും മെൽറ്റിംഗ് പോയിന്റിനേക്കാളും കുറവുള്ള ടെമ്പറേച്ചർ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ ചൂടാക്കിയിരിക്കണം. ഓക്കെ, സോ അതിനൊരു എക്സാം നമ്മൾ നോക്കുമ്പോൾ റോസ്റ്റിംഗിന് ഒരു എക്സാം നോക്കും. ഇത് കാൽസിനേഷന്. ഇനി റോസ്റ്റിംഗിന് ഒരു എക്സാം നോക്കുമ്പോൾ കുറെ എക്സാം ടെക്സ്റ്റ് കണ്ടിട്ടുണ്ടാവും. നമുക്ക് കോപ്പറിന്റെ ഒന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, കോപ്പർ സൾഫേറ്റിനെ. ഓക്കെ, സോ കോപ്പർ സൾഫേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ റോസ്റ്റിംഗ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നമ്മൾ ഓക്സിജനെ സപ്ലൈ ചെയ്തിട്ടുണ്ട്.
കോപ്പറിനൂടെ സൾഫറാണ് ഉണ്ടായിരുന്നത്. അത് മാറിയിട്ട് ആര് വരും? അവിടേക്ക് ഓക്സിജൻ വരും. അപ്പൊ കോപ്പർ സൾഫൈഡ് എന്ന് പറയുന്നത് കോപ്പർ ഓക്സൈഡ് ആയിട്ട് മാറുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ സൾഫർ മറ്റേ അങ്ങോട്ടേക്ക് ആര് വന്നു? ഓക്സിജൻ വന്നു. ഞാൻ ഓക്സിജൻ അങ്ങ് റിമൂവ് ചെയ്താൽ മതി. ഓക്സിജനെ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് റിഡക്ഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ അടുത്ത ടോപ്പിക് കൂടി പറയാണ്. എക്സ്ട്രാക്ഷൻ ഓഫ് കോപ്പർ ഫ്രം കുപ്രസ് ഓക്സൈഡ്, കോപ്പർ സൾഫൈഡ്. കോപ്പർ സൾഫൈഡിൽ നിന്നും കോപ്പറിനെ വേർതിരിക്കുന്ന ടോപ്പിക്കാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനായിട്ടുള്ളത്, ഇതിനൊരു ആപ്ലിക്കേഷൻ പോലെ. അപ്പൊ ഇതിന് കണ്ടിന്യൂഷൻ അതും പറഞ്ഞുതരാം. അപ്പൊ ഇങ്ങനെ കോപ്പർ സൾഫൈഡിനെ നമ്മൾ ഓക്സിജനോട് ചേർത്തിട്ട് കോപ്പർ ഓക്സൈഡ് ആക്കി മാറ്റി റോസ്റ്റിംഗ് ചെയ്തു. ഈ കോപ്പർ ഓക്സൈഡിൽ നിന്നും ഓക്സിജനെ റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് കാർബൺ ഉപയോഗിക്കാം. ഓക്കെ, സോ ആ Cu2O-നെ കാർബണോടെ ട്രീറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോപ്പറിന് അതേപോലെ കിട്ടും. വിത്ത് ലിബറേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് എന്താവും? ലിബറേറ്റ് ചെയ്ത് പോകും. അങ്ങനെ നമുക്ക് ആരെ മാത്രമായിട്ട് കിട്ടും? നമ്മുടെ കോപ്പറിന് മാത്രമായിട്ട് കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മൾ കോപ്പറിനെ എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇതിന് എല്ലിംഗൻ ഡയഗ്രം ഒക്കെ പഠിക്കാനുണ്ടായിരുന്നതായിരുന്നു. ഫോക്കസ് ചെയ്ത് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ വിടാം. സോ കോപ്പറിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ആദ്യം ഉപയോഗിക്കും. കോപ്പർ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ആദ്യം ഉപയോഗിക്കാം. നമുക്ക് കാർബൺ ഉപയോഗിക്കാവുന്നത് തന്നെയാണ്. 10ാം ക്ലാസ് നിങ്ങൾ 3 ടൈപ്പ് റെഡ്യൂസിംഗ് ഏജൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഓർമ്മയുണ്ടല്ലോ, കാർബൺ മോണോക്സൈഡ്, ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ കോപ്പറിനെ റിഡക്ഷൻ ചെയ്യാൻ, കോപ്പറിന്റെ ഓക്സൈഡിനെ റിഡക്ഷൻ ചെയ്യാൻ നമുക്ക് കാർബൺ ഉപയോഗിക്കാവുന്നത് തന്നെയാണ്. ഇപ്പൊ അലൂമിനിയം, പൊട്ടാസ്യം, സോഡിയം, മെഗ്നീഷ്യം പോലുള്ള ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി ഇലക്ട്രിസിറ്റി ഉപയോഗിക്കും. നമ്മൾ കുറച്ച് ഹാൾ ഹെറോൾഡ് പ്രോസസ് പഠിക്കും. അപ്പൊ അവിടെ അതിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. സോ എനിവേ ഇതാണ് പ്രോസസ്. ഇനി സപ്പോസ് ഈ കോപ്പറിന്റെ ഓറില്, ഈ കോപ്പർ സൾഫൈഡില് അയണും കൂടി പ്രസന്റ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അയൺ, സോ അയൺ ഓക്സൈഡും കൂടി പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ആദ്യം റിമൂവ് ചെയ്ത് കളയണം. അപ്പോ ഈ റോസ്റ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ കോപ്പർ സൾഫൈഡിന്റെ ആ ഓറിനെ സ്ലാഗിങ് ചെയ്യും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സിലിക്കയുടെ കൂടെ ചേർത്തു. സിലിക്കൺ ഡയോക്സൈഡിലൂടെ റിയാക്ട് ചെയ്യിപ്പിക്കും. ഇപ്പോൾ ഈ റോസ്റ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ് അയൺ പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, സോ അങ്ങനെ സിലിക്കൺ ഡയോക്സൈഡിനോട് ചേർക്കുമ്പോൾ ഇതിൽ പ്രസന്റ് ആയിട്ടുള്ള അയൺ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ പ്രസന്റ് ആയിട്ടുള്ള അയൺ ഓക്സൈഡ് ആ സിലിക്കൺ ഡയോക്സൈഡിലൂടെ ചേർന്നിട്ട് അയൺ സിലിക്കേറ്റ് ആയിട്ട് മാറും. അയൺ സിലിക്കേറ്റ്, ഇതാണ് അയൺ സിലിക്കേറ്റ് എന്ന് പറയുന്ന ആള്. ഓക്കെ, അയൺ സിലിക്കേറ്റ് ആയിട്ട് മാറും. ഇതൊരു സ്ലാഗ് ആണ്. ഇത് നമ്മുടെ ഫ്ലക്സ് ആണ്. ഇത് നമ്മുടെ ഗ്യാങ് ആണ്. ഇതൊക്കെ 10ൽ പഠിച്ചിട്ടുള്ള ടേംസ് ആണ്, ഓർമ്മയുണ്ടല്ലോ അല്ലെ? അപ്പൊ ഒരു ഗ്യാങ്ങിനെ മാറ്റാനായിട്ട് നമ്മൾ എക്സ്റ്റേണൽ ആഡ് ചെയ്യുന്ന ആളാണ് ഫ്ലക്സ്. ഈ ഗ്യാങ്ങും ഫ്ലക്സും കൂടി ചെയ്താൽ സ്ലാഗ് ആയിട്ട് മാറും. ആ സ്ലാഗ് നമുക്ക് ഈസിയായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? അപ്പൊ ഈ ഗ്യാങ്ങിന് ഈസിയായിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കില്ല, പക്ഷെ സ്ലാഗിന് ഈസിയായിട്ട് റിമൂവ് ചെയ്യാം. അപ്പൊ ഈ ഗ്യാങ്ങിനെ ആ സ്ലാഗ് ആക്കി മാറ്റാൻ നമ്മൾ ആരും യൂട്ടിലൈസ് ചെയ്തു? ഫ്ലക്സിനെ യൂട്ടിലൈസ് ചെയ്തു. അപ്പൊ ഇവിടുത്തെ ഫ്ലക്സ് ആരാണ്? സിലിക്ക, അതായത് സിലിക്കൺ ഡൈ ഓക്സൈഡ്. സോ നമ്മുടെ കോപ്പറിന്റെ ഓറിൽ ഈ അയൺ പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സിലിക്കനോട് റിയാക്ടിപ്പിച്ച് അതിനെ സ്ലാഗ് ആക്കി മാറ്റി ആ സ്ലാഗിനെ റിമൂവ് ചെയ്യണം. പിന്നെ റോസ്റ്റിംഗ്, പിന്നെ അതിനുശേഷം റിഡക്ഷൻ. സെയിം പ്രോസസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ ഇങ്ങനെയാണ് നമ്മൾ കോപ്പറിനെ എന്ത് ചെയ്യുക? എക്സ്ട്രാക്ട് ചെയ്തെടുക്കാറുള്ളത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അലൂമിനിയത്തിന്റെ എക്സ്ട്രാക്ഷൻ നോക്കാം. ഹോൾ ഹെറോൾഡ് പ്രോസസ്. ഹോൾ ഹെറോൾഡ് പ്രോസസ്സിൽ നമ്മൾ അലൂമിനിയത്തിന്റെ എക്സ്ട്രാക്ഷൻ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഓൾറെഡി നമ്മൾ അലൂമിനെ ലീച്ചിങ് വഴി കോൺസെൻട്രേഷൻ ചെയ്ത് അലൂമിന ആക്കി മാറ്റിയിട്ടുണ്ട് അല്ലെ? ബോക്സൈറ്റിനെ അലൂമിന ആക്കി മാറ്റിയിട്ടുണ്ട്. ആ അലൂമിനെ നമ്മൾ ഇനി എന്ത് ചെയ്യുമ്പോൾ റിഡക്ഷൻ ചെയ്യാൻ. ഓൾറെഡി അലൂമിനിയം ഫോർമുല ഇതിപ്പോ ഞാൻ എന്ത് ചെയ്തത്? Al2O3. അപ്പൊ അതിൽ നിന്ന് ഓക്സൈഡ് റിമൂവ് ചെയ്താൽ മതി. അവിടെ കാൽസിനേഷൻ റോസ്റ്റിംഗ് പ്രോസസ് ചെയ്യേണ്ട ആവശ്യം ഇനി ഇല്ല. ഓൾറെഡി ഓക്സൈഡിന്റെ ഫോർമുലയാണ് കാണപ്പെടുന്നത്. അപ്പൊ അലൂമിനിയം എന്ന് പറയുന്ന മെറ്റൽ ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ആയതുകൊണ്ട് ഇലക്ട്രോ കെമിക്കൽ സീരീസ് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അലൂമിനിയം ടോപ്പിലേക്ക് കാണപ്പെടുക. സോ ഇറ്റ് ഹാസ് ഹൈ റിയാക്ടിവിറ്റി. അതുകൊണ്ട് അവിടെ നമുക്ക് കാർബൺ മോണോക്സൈഡ് പോലുള്ള റെഡ്യൂസിംഗ് ഏജൻസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. സോ വി ഹാവ് ടു യൂസ് ഏത്? നമ്മുടെ ഇലക്ട്രിസിറ്റി, ഇലക്ട്രോലൈറ്റിക് പ്രോസസ് ആണ് നമ്മളോട് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ അലൂമിന എന്ന് പറഞ്ഞ ആൾക്ക് കണ്ടക്ടിവിറ്റി അല്പം കുറവാണ്, മെൽറ്റിംഗ് പോയിന്റും കൂടുതലാണ്. അപ്പൊ അതിനെ ഇലക്ട്രോളിസിസ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. അപ്പൊ അതിന്റെ കണ്ടക്ടിവിറ്റിനെ എൻഹാൻസ് ചെയ്യണം, കൂട്ടണം. അറ്റ് ദ സെയിം ടൈം അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കുകയും വേണം. കാരണം ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോൾ ഇലക്ട്രോലൈറ്റ് വേണം. ഇലക്ട്രോലൈറ്റിനെ പിന്നെ മോൾട്ടൺ സ്റ്റേറ്റിലോട്ട് മാറ്റണം. അപ്പൊ മെൽറ്റിംഗ് പോയിന്റ് കുറയണം. അതിനുവേണ്ടി നമ്മൾ അതിലോട്ട് കാൽഷ്യം ഫ്ലൂറൈഡ് അല്ലെങ്കിൽ നമ്മളെ ക്രയോലൈറ്റ് ആഡ് ചെയ്യാറുണ്ട്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്തിനാണ് ഈ അലൂമിനിയത്തിന്റെ എക്സ്ട്രാക്ഷനിൽ നമ്മൾ ആ സോഡിയം അലൂമിനിയം ഫ്ലൂറൈഡ്, അതായത് നമ്മുടെ ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നത് എന്ന് ചോദിക്കാം. ഈ ഒരു കാര്യം മറക്കണ്ട. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാനും കണ്ടക്ടിവിറ്റിനെ കൂട്ടാനും. അപ്പൊ ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം? കാഥോഡ് മാനോഡ് ഒക്കെ വേണം. അപ്പൊ ഇലക്ട്രോലൈറ്റ് ആണെന്ന് മനസ്സിലായി. എ മിക്സ്ചർ ഓഫ് ബോത്ത് അലൂമിന ആൻഡ് ക്രയോലൈറ്റ്. അതാണ് ഇവിടുത്തെ നമ്മുടെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഇനി കാഥോഡ് മാനോഡ് ആരാന്ന് ചോദിച്ചാൽ കാഥോഡ് എന്ന് പറയുന്നത് സ്റ്റീലാണ്,
ആനോഡ് എന്ന് പറയുന്നത് കാർബണുമാണ്. ആൻഡ് വി നോ ദാറ്റ് ആനോഡിൽ ഓക്സിഡേഷനും നടക്കും, കാഥോഡിൽ റിഡക്ഷനും നടക്കും. ആ പ്രോസസ്സിന് മുഴുവൻ നമുക്കൊന്ന് നോക്കാം. എല്ലാത്തിനെയും കൂടി ചേർത്തിട്ട് ഒന്നിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് റിയാക്ഷൻസ് വരിക. Al2O3 എന്ന് പറയുന്നത് നമ്മുടെ അലൂമിന, ആ ആനോടുള്ള കാർബൺസിലൊക്കെ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? അലൂമിനിയം കിട്ടും വിത്ത് ദ ലിബറേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ്. സോ ഇതാണ് നമുക്ക് നടക്കുന്ന ടോട്ടൽ പ്രോസസ്. സോ ഇൻഡിവിജ്വൽ ആയിട്ട് ആ റിയാക്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കാഥോഡിൽ എന്ത് നടക്കും? റിഡക്ഷൻ നടക്കും. നമുക്കറിയാം ആണല്ലോ, റിഡക്ഷൻ ആണ് നടക്കുന്ന അറിയാം. ആ റിഡക്ഷൻ പ്രോസസ് മറ്റൊന്നുമല്ല, നമ്മുടെ അലൂമിന എന്ന് പറയുന്ന ആള് ഇലക്ട്രോൺ മേടിച്ചിട്ട് അലൂമിനിയം ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. ഇതാണ് അവിടെ നോക്കുന്നത്. Al3+, ഇവിടെ Al3+ ആണല്ലോ, ആ Al3+ ഇലക്ട്രോൺ മേടിച്ചിട്ട് അലൂമിനിയം ആയിട്ട് മാറും. എന്നിട്ട് കാഥോഡിൽ എന്ത് ചെയ്യും? ആ സ്റ്റീലിൽ പോയിട്ട് അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിലോ, ആനോഡ് നമുക്കറിയാം ഓക്സിഡേഷൻ ആണ്. എന്താണ് ഓക്സിഡേഷൻ നടക്കുന്നത്? ഈ കാർബൺ ഓക്സിജനോട് കമ്പൈൻ ചെയ്യുകയാണ്. ഈ അലൂമിന എന്ന് പറഞ്ഞ കോമ്പൗണ്ടിൽ നിന്നും അലൂമിനിയത്തിന് റിഡക്ഷൻ നടക്കും. ഇനി ആ ഓക്സിജൻ ഈ കാർബണോട് റിയാക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ അതെങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഓക്സിജൻ കാർബണിലൂടെ ചേർന്നിട്ട് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറും വിത്ത് ലിബറേഷൻ ഓഫ് ഇലക്ട്രോൺ. ഈ കാർബൺ ഡയോക്സൈഡ് ആണ് അങ്ങനെയായിട്ട് മാറുന്നത്. അത് ഈ റിയാക്ഷൻ നടക്കുന്നത് എവിടെയാണ്? ആനോഡ് വെച്ചിട്ടാണ്. ആനോഡ് ആരാണ് നമ്മൾ എടുത്തത്? കാർബൺ ആണല്ലോ, പറഞ്ഞല്ലോ, കാർബണാണ് നമ്മൾ ആനോഡായിട്ട് എടുക്കുന്നത്. സോ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ആനോഡായിട്ട് എടുത്തിട്ടുള്ള കാർബൺ ഈ ഓക്സിജനോട് ചെന്ന് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് പോവുകയാണ്. കാർബൺ ഡയോക്സൈഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യും? എസ്കേപ്പ് ചെയ്ത് പോകും, അല്ലെ, ഓപ്പറേറ്റ് ചെയ്ത് മുകളിലോട്ട് പോകും. അപ്പൊ കുറെ നേരം കഴിയുമ്പോൾ നമ്മളവിടെ വെച്ചിട്ടുള്ള ആനോഡൊന്നും കാണാനില്ല. വെച്ച ആനോഡൊന്നും അവിടെ കാണാനുണ്ടാവില്ല. കാരണം കാർബണാണ് ആനോഡായിട്ട് വെച്ചത്. ഇപ്പൊ 4 ആനോഡ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ 4 അവിടെ ഉണ്ടാവില്ല. എവിടെ പോയി? എല്ലാം ഓക്സിജനോട് ചെന്ന് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ ഹോൾ ഹെറോൾ പ്രോസസ്സിൽ നമ്മൾ റെഗുലർ ആയിട്ട് ആനോഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കണം. പുതിയ ആനോഡ് വെച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഓൾറെഡി വെച്ച ആളൊക്കെ കാർബൺ ഡയോക്സൈഡ് ആയിട്ട് പോയിട്ടുണ്ടാവും. സോ ഇതും എപ്പോഴും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. എന്തുകൊണ്ട് ഹോൾ ഹെറോൾ പ്രോസസ്സിൽ ആനോഡിനെ നമ്മൾ റെഗുലർ ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? റീപ്ലേസ് ചെയ്യുന്നു എന്ന് ചോദിക്കാം. അതിനുള്ള റീസൺ ഇതാണ്. ഈ ഒരു റിയാക്ഷൻ അവിടെ എഴുതി വെച്ചിരിക്കണം. ഈ ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, ആർക്കെങ്കിലും ഇവിടെ 4 ഇലക്ട്രോൺ അവിടെ 3 ഇലക്ട്രോൺ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ മൊത്തം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഒരു ഇക്വേഷൻ ടോട്ടൽ ആയിട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇക്വേഷൻ ബാലൻസ്ഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ അലൂമിനിയത്തിന്റെ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഹോൾ ഹെറോൾ പ്രോസസ്സിൽ. സോ കാഥോഡിൽ നമുക്ക് നമ്മളുടെ അലൂമിനിയം കിട്ടുന്നു, ആനോഡിൽ കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യപ്പെടുന്നു. ഓക്സിജൻ ആണ് അവിടെ ഉണ്ടാകുക. ആ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് കാർബണിന്റെ കൂടെ ചേർന്നിട്ട് എന്തായിട്ട് മാറുകയാണ്? കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറുകയാണ്. ഈ ചാപ്റ്ററിൽ അവസാനമായിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത് റീഫൈനിങ്ങിനെ കുറിച്ചിട്ടാണ്. എന്തിനാ നമ്മൾ ഈ കോൺസെൻട്രേഷൻ, കാൽസിനേഷൻ, റോസ്റ്റിംഗ്, പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ റിഡക്ഷൻ, ഇങ്ങനെയുള്ള എല്ലാ പ്രോസസ്സും ചെയ്താലും മേ ബി ആ മെറ്റലിൽ കുറച്ചുകൂടി ഇമ്പ്യൂരിറ്റീസ് പ്രസന്റ് ആയിട്ടുണ്ടാവാം. സോ അതിനെയും കൂടി ഒന്ന് ഒഴിവാക്കി കളയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അവസാനത്തെ ഒരു കാര്യമാണ് ഈ റീഫൈനിങ് എന്ന് പറയുന്നത്. ഒന്നുകൂടി ഒന്ന് ശുദ്ധീകരിക്കുക, ഒന്നുകൂടി ഒന്ന് പ്യൂരിഫൈ ചെയ്യുന്നുള്ള കോൺസെപ്റ്റില്. ഇതിലും ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. സബ്ലിമേഷൻ ഉണ്ട്, ക്രിസ്റ്റലൈസേഷൻ ഉണ്ട്, ഇക്വേഷൻ ഉണ്ട്, ഇങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. തൽക്കാലം നമുക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള രണ്ട് ടോപ്പിക് മാത്രം പഠിക്കാം. അല്ല, ആദ്യത്തെ മെത്തേഡാണ് ഇലക്ട്രോലൈറ്റിക് റീഫൈനിങ്. ഓക്കെ, സോ നമുക്ക് ആദ്യം പഠിക്കാനായിട്ടുള്ളത് ഇലക്ട്രോലൈറ്റിക് റീഫൈനിങ്. സോ എന്താണ് ഇലക്ട്രോലൈറ്റിക് റീഫൈനിങ് എന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ 10ൽ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവിടെ നമ്മൾ ഇലക്ട്രോളിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇംപ്യൂർ ആയിട്ടുള്ള നമ്മുടെ മെറ്റൽ ഉണ്ടല്ലോ, നമ്മൾ ഇത്രയും പ്രോസസ് ചെയ്തിട്ടുള്ള നമ്മുടെ മെറ്റൽ ഉണ്ടല്ലോ, ആ മെറ്റലിനെ തന്നെ നമ്മളിവിടെ ആനോഡായിട്ട് ഉപയോഗിക്കും. അതേ മെറ്റലിന്റെ പ്യുവർ ഫോമിനെ കാഥോഡായിട്ട് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, കോപ്പറിന്റെ റീഫൈനിങ് വേണ്ടി നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. സോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇലക്ട്രോലൈറ്റിക് സെല്ല് കൺസിഡർ ചെയ്യാണ്. കോപ്പറിനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ കോപ്പറിന്റെ തന്നെ സൊല്യൂഷനാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ കോപ്പർ സൾഫേറ്റ് തന്നെ എടുക്കാം. സോ അതിലോട്ട് നമ്മൾ ഇംപ്യൂർ ആയിട്ടുള്ള നമ്മുടെ മെറ്റലിനെ ഇറക്കി വെച്ചു. ഇത് ഇംപ്യൂർ ആയിട്ടുള്ള ആളാണ്. നമുക്ക് സൊല്യൂഷൻ കുറച്ചുകൂടി മുകളിൽ വരെ വരയ്ക്കാം. ഓക്കെ, ഒരു ഇവിടം വരെ ഇരുന്നോട്ടെ. ഓക്കെ, സോ ഇംപ്യൂർ ആയിട്ടുള്ള ആണ് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ ഇതാണ് ആനോഡ്. അപ്പൊ അതിൽ കുറെ അഴുക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഗ്രീൻ കളർ വരച്ചതൊക്കെ അഴുക്കാണെന്ന് വിചാരിക്കാം. അഴുക്കൊക്കെ മുകളിലുണ്ട് കേട്ടോ, മുകളിലുണ്ട്. ഓക്കെ, അപ്പൊ അഴുക്കൊക്കെ അതിലുണ്ട്. അതേ കോപ്പറിന്റെ പ്യുവർ ഫോമിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? കാഥോഡായിട്ടും എടുക്കുന്നു. അതും കോപ്പർ തന്നെയാണ്. സോ ഇതും കോപ്പറാണ്, അതും കോപ്പറാണ്. പക്ഷെ ഒന്ന് നമ്മളിപ്പോ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് വന്ന ഇംപ്യൂർ ആയിട്ടുള്ള ആള്, ഒന്ന് അതിന്റെ തന്നെ പ്യുവർ ഫോം. ഓക്കെ, അതിന് മനസ്സിലാക്കി നമുക്ക് അറിയാം. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന അതേ മെത്തേഡ്സ് നമുക്ക് ഇവിടെയും ചെയ്യാം. ഓക്കെ, സോ ഇത് പോസിറ്റീവ് ചാർജുള്ള ആളും അത് നെഗറ്റീവ് ചാർജുള്ള ആളും ഒക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. നെഗറ്റീവ് ചാർജുള്ള ആളും.
നമ്മൾ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ ഇലക്ട്രോളിസിസ് സംഭവിക്കും. ആനോഡിൽ വന്നിട്ട് ഓക്സിഡേഷൻ നടക്കും, കാഥോഡിൽ റിഡക്ഷൻ നടക്കും. അപ്പൊ ഈ ആനോഡിൽ നടക്കുന്ന ഓക്സിഡേഷൻ നമുക്കൊന്ന് കൺസിഡർ ചെയ്തത് കോപ്പർ ആണല്ലോ. ആ കോപ്പർ എന്ന് പറയുന്ന ആള് കോപ്പർ 2+ ആയിട്ട് മാറും വിത്ത് ലിബറേഷൻ ഓഫ് 2 ഇലക്ട്രോൺസ് അല്ലെ. അപ്പൊ ആനോഡിൽ ഓക്സിഡേഷൻ നടന്നു. അപ്പൊ ഇത്ര നേരം കോപ്പർ ഈ റോഡിലായിരുന്നു. അപ്പൊ കോപ്പർ 2+ ആയിട്ട് റോഡിൽ നിന്നും എങ്ങോട്ടേക്ക് വന്നു? സൊല്യൂഷനിലോട്ട് വന്നു. നമുക്കറിയാം 2+ എന്നുള്ള ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ റോഡിൽ ഇലക്ട്രോണിൽ നിൽക്കാൻ സാധിക്കില്ല. ആ സൊല്യൂഷനിലോട്ട് ഇലക്ട്രോലൈറ്റിലോട്ട് വരണം. അപ്പൊ കോപ്പർ ഇലക്ട്രോലൈറ്റിലോട്ട് വരുമ്പോൾ കൂടെ തന്നെ അതിലുള്ള അഴുക്കും കൂടി ചേർന്ന് വരും. പക്ഷെ ആ അഴുക്കിന് ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അപ്പൊ നേരെ താഴെ വന്ന് ഡെപ്പോസിറ്റ് ആവും. അതിലുള്ള അഴുക്ക് മുഴുവനും ഇങ്ങനെ താഴെ വന്ന് ഡെപ്പോസിറ്റ് ആവും. ഏതിന്റെ താഴെ? ആനോഡിന്റെ താഴെ വന്ന് ഡെപ്പോസിറ്റ് ആവും. അതിന് പറയുന്ന പേരാണ് ആനോഡ് മഡ്. ഇതിന് പറയുന്ന പേരാണ് ആനോഡ് മഡ്. ഇതിൽ ഒരുപാട് പ്രീഷ്യസ് ആയിട്ടുള്ള മെറ്റൽസ് ഒക്കെ ഉണ്ടാവും. ഗോൾഡ്, സിൽവർ പോലുള്ള മെറ്റൽസ് ഒക്കെ ഇമ്പ്യൂരിറ്റി ആയിട്ട് ഇതിൽ കാണപ്പെടും, കോപ്പറിൽ കാണപ്പെടും. അത്തരം മെറ്റൽസ് ഒക്കെ താഴെ നിന്ന് അടിച്ചു കൂടും. ഓക്കെ, ബാക്കി ആര് മാത്രം നിൽക്കുന്നുണ്ട്? ഈ സെന്ററിൽ നിൽക്കുന്നുണ്ട് ഈ കോപ്പർ 2+. അവൻ നേരെ കാഥോഡിലോട്ട് അട്രാക്ട് ചെയ്യപ്പെടും. കാരണം കാഥോഡ് നെഗറ്റീവ് ചാർജ് ആണ്, ഇവനാണെങ്കിൽ പോസിറ്റീവ് ചാർജും ഉണ്ട്. സോ പോസിറ്റീവ് ചാർജുള്ള Cu2+ കാഥോഡിലോട്ട് അട്രാക്ട് ചെയ്യപ്പെടും. സോ നമ്മൾ ആള് അങ്ങനെ അവിടെ എത്തിയിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യും? റിഡക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. സോ Cu2+ ഇലക്ട്രോൺ എടുത്തിട്ട് Cu0 ആയിട്ട് മാറും. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കൂടെ ഇമ്പ്യൂരിറ്റി ഉണ്ടായിരുന്നു. ആ ഇമ്പ്യൂരിറ്റി മുഴുവൻ താഴോട്ടേക്ക് വിട്ടുകൊടുത്തിട്ട് കോപ്പർ 2+ മാത്രം അങ്ങോട്ടേക്ക് പോയി അവിടെ പോയി ഇലക്ട്രോൺ മേടിച്ചിട്ട് Cu0 ആയിട്ട് ഡെപ്പോസിറ്റ് ആകുന്നു. സോ നേരെ ഇതിന് മുകളിൽ ഡെപ്പോസിറ്റ് ആകുന്നു. ഇപ്പൊ വരച്ചിട്ടുള്ള ഗ്രീൻ കളർ അഴുക്കല്ല, കോപ്പറാണ്, പ്യുവർ ആയിട്ടുള്ള കോപ്പറാണ്. സോ ആ കോപ്പറിന് മുകളിൽ ഈ കോപ്പറൊക്കെ പോയിട്ട് എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. സോ ഇങ്ങനെയാണ് ഇലക്ട്രോലൈറ്റിക് റീഫൈനിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇലക്ട്രോലൈറ്റിക് റീഫൈനിങ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് കേട്ടല്ലോ. സോ ഇംപ്യൂർ ആയിട്ടുള്ള നമ്മുടെ മെറ്റൽ നമ്മൾ ആനോഡായിട്ട് ഉപയോഗിക്കുമ്പോൾ അതേ മെറ്റലിന് പ്യൂർ ഫോമിന് എന്തായിട്ട് ഉപയോഗിക്കുന്നു? കാഥോഡായിട്ട് ഉപയോഗിക്കുന്നു. ഇനി അതേ മെറ്റലിന് തന്നെ ഒരു സൊല്യൂബിൾ സാൾട്ടിനെയാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ടും ഉപയോഗിക്കുന്നത്. സോ കോപ്പർ എടുത്തപ്പോൾ കോപ്പറിനെ തന്നെ സൾഫേറ്റിന് എടുത്തു. സോ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് വേപ്പർ ഫേസ് റീഫൈനിങ് ആണ്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ആയിട്ട് പഠിക്കാനായിട്ടുള്ളത് വേപ്പർ ഫേസ് റീഫൈനിങ് ആണ്. സോ വേപ്പർ ഫേസ് റീഫൈനിങ്. ഇതിലെ 2 മെത്തേഡ് പഠിക്കാനായിട്ടുണ്ട്. ആദ്യം എന്താണ് മെത്തേഡ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ മെറ്റലിനെ ഏതെങ്കിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള റിയേജന്റിനോട് ചേർത്തി കഴിയുമ്പോൾ അത് അതിന്റെ കോമ്പൗണ്ട് ആയിട്ട് മാറുന്നു. ആ കോമ്പൗണ്ട് വോളറ്റൈൽ ആയിരിക്കണം. പെട്ടെന്ന് ഗ്യാസ് ആയിട്ട് മാറണം, പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ വോളറ്റൈൽ ആയിട്ട് മാറണം. അങ്ങനെ വോളറ്റൈൽ ആയിട്ട് മാറുന്നു എന്ന് വിചാരിക്കുക. ആ മാറിയാളിനെ ഈസി ആയിട്ട് ഡീകമ്പോസ് ചെയ്യിക്കാനും സാധിക്കണം. സോ ഈസി ആയിട്ട് വോളറ്റൈൽ ആക്കി മാറ്റാനും സാധിക്കണം, ഈസി ആയിട്ട് ഡീകമ്പോസ് ചെയ്യിക്കാനും സാധിക്കണം. അങ്ങനെ സാധിക്കുമെങ്കിൽ അത്തരം റിയേജന്റിന്റെ കൂടി മെറ്റൽ നമ്മൾ ചേർത്തി കഴിഞ്ഞാൽ അത് ആ കോമ്പൗണ്ട് ആയിട്ട് മാറും. അതിനെ നമുക്ക് എന്ത് ചെയ്യിക്കാനായിട്ട് സാധിക്കും? ഇവാപ്പറേറ്റ് ചെയ്യിപ്പിക്കാം. അപ്പൊ ഇമ്പ്യൂരിറ്റീസ് മുഴുവൻ ഇവിടെ വിട്ടിട്ട് ആ കോമ്പൗണ്ട് മാത്രം മുകളിൽ പോകും. അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത് വീണ്ടും ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെറ്റൽ മാത്രമായിട്ട് കിട്ടും. ഇതാണ് ഇവിടെ നടത്തുന്ന പ്രോസസ് എന്ന് പറയുന്നത്. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നിക്കലിന്റെ പ്യൂരിഫിക്കേഷൻ റീഫൈനിങ് നോക്കാം, നോൺ ആസ് ദി മോണ്ടെ പ്രോസസ്. ഓക്കെ, സോ നിക്കലിന്റെ പ്യൂരിഫിക്കേഷൻ, ഈ ഒരു റീഫൈനിങ് അറിയപ്പെടുന്നത് മോണ്ടെ പ്രോസസ് എന്നാണ്. മോണ്ടെ പ്രോസസ് എന്നാണ്. അതിന്റെ റിയാക്ഷൻ ഇങ്ങനെയാണ്. നിക്കൽ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിലും അവിടെ എന്തും കൂടി ഉണ്ട്, കൂടെ പല ഇമ്പ്യൂരിറ്റീസും ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാർബണൈനിലൂടെ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, സോ നിക്കലിനെ നമ്മൾ കാർബണൈനിലൂടെ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ അതെന്തായിട്ട് മാറും? നിക്കൽ ടെട്രാ കാർബണൈൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറും. ഈ കോമ്പൗണ്ടിൽ നമുക്ക് ഈസി ആയിട്ട് വോളറ്റൈൽ ആക്കാൻ പറ്റും. അപ്പൊ ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ അത് ഈസി ആയിട്ട് വോളറ്റൈൽ ആവും. അപ്പൊ മുകളിലോട്ട് പോകുന്നു. അവിടെ ഒരു വഴി വെച്ച് കൊടുത്താൽ വഴി കൂടെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തോട്ട് വരുന്നു. ഇവിടെ ആരുണ്ടാവും? ആ ഇമ്പ്യൂരിറ്റീസ് മുഴുവൻ ഇവിടെ തന്നെ ഉണ്ടാവും. കാരണം നിക്കൽ മാത്രമാണ് കാർബണൈനിലൂടെ പോയത്. അങ്ങനെയാണ് കളക്ട് ചെയ്ത. ആ കളക്ട് ചെയ്ത ഹൈ ടെമ്പറേച്ചറിൽ ഒന്നുകൂടി ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അത് വീണ്ടും എന്തായിട്ട് മാറും? നിക്കലായിട്ട് തന്നെ മാറും. സോ നിക്കൽ ടെട്രാ കാർബണൈൽ വീണ്ടും ഒന്ന് നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അത് നിക്കലായിട്ട് മാറും. ഓക്കെ, നിക്കലായിട്ട് മാറും. അപ്പൊ നമുക്ക് നമ്മുടെ മെറ്റൽ മാത്രമായിട്ട് കിട്ടി. ഈ നിക്കലും ആ നിക്കലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിനെ കൂടെ ഇമ്പ്യൂരിറ്റി ഉണ്ടാകും, ഇത് ഇമ്പ്യൂരിറ്റി ഒന്നുമില്ല, പ്യൂർ ആയിട്ട് കിട്ടി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മെത്തേഡ്. ഓക്കെ, ഇപ്പൊ മോണ്ടെ പ്രോസസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതേപോലെ നമുക്ക് പഠിക്കാനായിട്ടുള്ള വേറൊരു പ്രോസസ്സാണ് വാൻ ആർക്കൽ മെത്തേഡ്. വാൻ ആർക്കൽ മെത്തേഡ്. ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് സിർക്കോണിയം, ടൈറ്റാനിയം അതുപോലെയുള്ള മെറ്റൽസിന് വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. സിർക്കോണിയം, ടൈറ്റാനിയം പോലെ ഇതേ പ്രോസസ് തന്നെയാണ്. ഇവിടെ കാർബൺ മോണോക്സൈഡ്, കാർബണൈൽ ഗ്രൂപ്പ് ഉപയോഗിച്ച് അവിടെ അയഡിൻ ഉപയോഗിക്കുന്നു. അത്രേ വ്യത്യാസമുള്ളൂ. ഓക്കെ, സോ അവിടുത്തെ റിയാക്ഷൻ എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ സിർക്കോണിയം എടുത്തു, അതിന് അയഡിനിലൂടെ ചേർത്ത് ചൂടാക്കി കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറും? സിർക്കോണിയം അയഡൈഡ് ആയിട്ട് മാറും. സോ അത് വോളറ്റൈലാണ്. അപ്പൊ ചൂടാക്കിയപ്പോൾ അത് വോളറ്റൈൽ ആയിട്ട് മാറി. നമ്മൾ അതിനെ തനിയെ സെപ്പറേറ്റ് ചെയ്തെടുത്തു. വീണ്ടും ഹൈ ടെമ്പറേച്ചർ ഒന്ന് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എന്തായിട്ട് മാറും? ഈ പഴയ കോമ്പൗണ്ട്സിനായിട്ട് മാറും. സോ സിർക്കോണിയം അയഡൈഡിനെ വീണ്ടും നന്നായിട്ട് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അത് സിർക്കോണിയവും അയഡിനുമായിട്ട് മാറും.
ഐഡിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിർക്കോണിയം മാത്രം കിട്ടും. സോ ഇത് ഇംപ്യൂർ ആയിട്ടുള്ള ആള്, ഇത് പ്യൂർ ആയിട്ടുള്ള ആള്. സോ ഇതാണ് കോൺസെപ്റ്റ്. ഓക്കെ ആണല്ലോ. സോ മെറ്റൽ എന്താക്കി മാറ്റുന്ന ഒരു സ്യൂട്ടബിൾ റിയേജന്റോട് ചേർത്തി കഴിഞ്ഞാൽ അതൊരു വോളറ്റൈൽ കോമ്പൗണ്ട് ആയിട്ട് മാറണം. ആ വോളറ്റൈൽ കോമ്പൗണ്ട് എങ്ങനത്തെ ആവണം? ഈസി ആയിട്ട് വോളറ്റൈലും ആവണം, പെട്ടെന്ന് തന്നെ ഡീകമ്പോസും ചെയ്യുന്നത് പോലെയുള്ള ആളാവണം. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ഇലക്ട്രോളിറ്റിക് റീഫൈനിങ്, അതുപോലെ ഈ ഒരു വേപ്പർ ഫേസ് റീഫൈനിങ് എന്നുള്ള മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഫോക്കസ് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ള ടോപ്പിക്സ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ ചോദിക്കാൻ ഞാനത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അടുത്തതായിട്ട് ഏത് ചാപ്റ്ററിന് പെട്ടെന്ന് വേണ്ടെന്ന് പറഞ്ഞാൽ അതുകൂടി നമുക്ക് അപ്ലോഡ് ചെയ്യാം. സോ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടിയുള്ള ബെല്ലൈക്കൻ കൂടി നമ്മൾ ചെയ്ത് വെക്കാൻ അടുത്ത ക്ലാസ്സുമായി കണ്ടുമുട്ടാം. അതുവരെ ഇവിടെ വന്ന് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.